അത് മാത്രമല്ല, ഇവരൊക്കെ മദ്യപിച്ചും സഹകരിച്ചും പോകുന്ന ഒരുപാട് ചങ്ങാതിമാരാണ്. ഈ കൂട്ടം അധികാരവും പ്രശസ്തിയും കൊണ്ട് എല്ലാ പെണ്ണുങ്ങളുടെയും പിന്നാലെ പോകാമെന്നും അവരെ ചൂഷണം ചെയ്യാമെന്നും വിചാരിക്കുന്ന ആളുകളാണ്. എല്ലാ ആണുങ്ങളെയും ഞാൻ പറയുന്നില്ല, മാന്യന്മാരായ ഒരുപാട് വ്യക്തികളുണ്ട്. ഇന്ന് ശ്രീ ജഗദീഷൊക്കെ നൽകിയ റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. സംഭവം ഉണ്ടായ സമയത്ത് നിങ്ങളിത് ഫേസ്ബുക്കിൽ ഇടുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം എന്തെങ്കിലും പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ? അങ്ങനെ അവരുമായി ചലച്ചിത്ര മേഖലയായി ബന്ധപ്പെട്ട ആളുകൾ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു? ചലച്ചിത്ര മേഖലയിൽ നിന്ന് കുറച്ച് ആളുകൾ എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ശ്രീ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ മാടമ്പിത്തരവും സിനിമയിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ സിനിമ റിയൽ ജീവിതത്തിലും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ എഴുതിയത് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, അദ്ദേഹം ഇതാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന മന്ത്രിക്കും ഈ കേരളം ഭരിക്കുന്ന ആളുകൾക്കൊക്കെ അദ്ദേഹം എങ്ങനെയാണ് മദ്യപിച്ചിട്ട് തന്നെയാണ് മദ്യപിച്ച് ലെക്ക് കെട്ടിയിരിക്കുന്ന ഒരാൾ ഒരു പദവിയിലിരുന്ന് എങ്ങനെയാണ് നീതി നിർവഹണം നടപ്പിലാക്കുക? സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മേഖലയിലുള്ള സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമെന്ന ഒരു കമ്മിറ്റി 4 വർഷം എടുത്തിട്ട് ഇപ്പോൾ പുറത്തു പറയുകയാണ്. ആ കമ്മിറ്റിയുടെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും സുപ്രീം പദവിയാണ് ചലച്ചിത്ര അക്കാദമി അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. മദ്യപിച്ച് ലെക്ക് കെട്ടിയിരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇവർക്കൊക്കെ നീതി കൊടുക്കുന്നത്? എങ്ങനെയാണ് കേരളത്തിലെ ഒരു ഭരണ അവസ്ഥ പോലും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ അത്രയും മോശമായ ഒരു അവസ്ഥയിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് പ്രതികരിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം എനിക്കുണ്ട്. കാരണം ഞാനും എൻ്റെ ജോലി സ്ഥലത്ത് അപമാനിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ സമയം, അതായത് VR സുധീഷ് മറ്റു പരിപാടികൾ പങ്കെടുപ്പിച്ചു പറയുന്നു, സ്വാഭാവികമായിട്ടും ഈ കേസ് അന്ന് ഷനാസ് കൊടുത്ത കേസ് അന്ന് കേരളം ചർച്ച ചെയ്തൊരു കേസ് കൂടിയായിരുന്നു. അതിനുശേഷമല്ലേ ഈ സംഭവം? ഇതൊക്കെ ചർച്ച ചെയ്തതിനു ശേഷമാണ് ഈ സംഭവം. അതിനുശേഷമാണ് ശ്രീ രഞ്ജിത്ത് അദ്ദേഹത്തെ പല പരിപാടികളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്നെ മൗനമായി ചോദിച്ച ആളാണ് ശ്രീ രഞ്ജിത്ത്. അദ്ദേഹത്തെ ചടങ്ങിൽ പങ്കെടുപ്പിച്ച ആളാണ്. അതേ സമയം തന്നെയാണ് അദ്ദേഹം അതിജീവിതയായ സിനിമാ മേഖലയിലുള്ള ഒരു യുവതിയെ ഒരു ചടങ്ങിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്താ പറയുക, സ്ത്രീകൾക്കൊക്കെ അഭിമാനമായത്. അപ്പം നമ്മൾ വിചാരിച്ചു ഇദ്ദേഹം വലിയ മാന്യനാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള വേട്ടക്കാരൻ ഉണർന്നത് തന്നെയാണ്. അത് മാത്രമല്ല, ഇവരൊക്കെ മദ്യപിച്ചും സഹകരിച്ചും പോകുന്ന ഒരുപാട് ചങ്ങാതിമാരാണ്. ഈ കൂട്ടം അധികാരവും പ്രശസ്തിയും കൊണ്ട് എല്ലാ പെണ്ണുങ്ങളുടെയും പിന്നാലെ പോകാമെന്നും അവരെ ചൂഷണം ചെയ്യാമെന്നും വിചാരിക്കുന്ന ആളുകളാണ്. എല്ലാ ആണുങ്ങളെയും ഞാൻ പറയുന്നില്ല, മാന്യന്മാരായ ഒരുപാട് വ്യക്തികളുണ്ട്. ഇന്ന് ശ്രീ ജഗദീഷൊക്കെ നൽകിയ റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഈ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് വാതിലിന് മുട്ടി എന്നുള്ളതിനെ പോലും വളരെ പരിഹാസ്യമായിട്ട് കാണുന്ന ഒരു സമൂഹത്തിനെയാണ് നമ്മൾ കാണുന്നത്. മുട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ തുറക്കാതിരുന്നാൽ പോരെ എന്നൊക്കെ. ഒരു തൊഴിലിടത്തിൽ സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്ന, ഇന്നലെ ഒരു ചലച്ചിത്ര അമ്മയുടെ ഭാരവാഹികൾ നടത്തിയ അഭിമുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്ത്രീകൾ അടക്കമുള്ള ആളുകളാണ് പറയുന്നത്, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് വിചാരിച്ച് മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുമ്പം അതിനെ പുച്ഛിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നത് ഒരു മാന്യതയല്ല, അതൊരു ബുദ്ധിപരമായ കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവർക്ക് ഉണ്ടായിക്കൂടാന്നില്ലല്ലോ. ശരിക്കും ഇതിലിപ്പോൾ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്തരം ഒരു കേസുകൾ അങ്ങനെ ഒരു പരാതിയായിട്ട് മുന്നോട്ട് വരുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ പറഞ്ഞ സജി ചെറിയാൻ പോലുള്ള ആളുകൾ അദ്ദേഹത്തെ വീണ്ടും പ്രഗത്ഭനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇതേ വാക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്തരം സാഹചര്യത്തിൽ കൂടെ പറയുന്ന ഒരു സ്ത്രീ സമൂഹത്തിനോടുള്ള ഒരു വെല്ലുവിളി കൂടിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് ഇവിടെയുള്ള സമസ്ത മേഖലകളിലും സ്ത്രീകൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ ബഹുമാനപ്പെട്ട സജി ചെറിയാൻ എന്ന് പറയുന്ന മിനിസ്റ്റർ സാംസ്കാരിക മിനിസ്റ്റർ കൂടിയാണ്. സാംസ്കാരിക മേഖലയിൽ അദ്ദേഹം ഒരു കമ്മിറ്റി വെച്ച് നോക്കട്ടെ, ഇതിനേക്കാൾ വലിയ ഭൂകമ്പങ്ങൾ നമുക്കറിയാൻ സാധിക്കും. അവിടെ കാസ്റ്റിംഗ് കൗച്ചാണെങ്കിൽ ഇവിടെ ഒരു കഥ പ്രസിദ്ധീകരിക്കാൻ, ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ എഴുത്തുകാരന്റെ കൂടെ കിടക്കാൻ പറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെയുള്ള സ്ത്രീകൾക്ക് ഉണ്ടാവും. ഇനി അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ ആ സ്ത്രീയെ എത്തരത്തിൽ മോശക്കാരിയായി പറയുന്നു എന്നുള്ളതിന്റെ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെയുള്ള സ്ത്രീകൾക്ക് പറയാനുണ്ടാവും. അപ്പം ഇത് ഒരു കമ്മിറ്റിയിലും എന്താ പറയാ, ഞാൻ മനസ്സിലാക്കുന്നത് കേരളം ഭരിക്കുന്ന ഒരു മന്ത്രി ഇന്ന് രാവിലെ പറഞ്ഞ ഒരു വാക്കുണ്ട്. ഇന്ന് രാവിലെ പറഞ്ഞ സജി ചെറിയാൻ സാർ പറഞ്ഞൊരു കാര്യം, അത് മൊത്തം കേരളത്തിലെ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഒരു സ്ഥലത്ത് സുരക്ഷിതത്വം ഉണ്ടാവുക? അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അവർ ജീവിക്കുന്ന സ്ഥലത്ത് എന്ത് സുരക്ഷിതത്വമാണ് ഉണ്ടാവുക? അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഷനാസ് പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു മന്ത്രിയുടെ ഭാഗത്ത് ഇത്തരം പരാമർശം വരുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിന് തന്നെ ഒരു ചോദ്യമുണ്ട്, പിന്നെ എങ്ങനെയാണ് ഇവിടെ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കുന്നത് എന്നുള്ളത്. ജസിൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.